അവിടെ വെറുതെ നിന്നാ മതി, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയരുത്. രണ്ടുപേരും ഈക്വൽ ആയിട്ട്, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ആയിക്കോട്ടെ. ആ പിന്നെ നവീന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ആഹാ, അതെന്തൊരു ചോദ്യമാ. നവീൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താന്ന് മോൾക്ക് അറിഞ്ഞൂടെ? മോളത് ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ. അവന് അതിലും പ്രിയപ്പെട്ട ഭക്ഷണം ഇല്ല. പണ്ട് മുതൽക്കേ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ശീലം അവനില്ല. പിന്നെ കുഞ്ഞിലേ കഴിച്ചിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടേയില്ല. പക്ഷേ മോള് പാചകം ചെയ്യുന്ന ദിവസം എങ്ങനെയാ? 3 നേരം അവൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. അത്രയ്ക്ക് കൈപ്പുണ്യല്ലേ എന്റെ മോൾക്ക്. മോളെ, അതൊന്ന് ഇളക്കി വെച്ചേ. അയ്യോ, എന്തു വെച്ചു മോളെ? അത് അല്ല, അതെടുത്തപ്പോ. സൂക്ഷിക്കണ്ടേ മോളെ? ഈ വാക്കിനൊരു വിലയും ഇല്ലാത്ത സ്ഥലമാണ് അടുക്കള. എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയി കഴിഞ്ഞാ ആരോടും സോറി പറയാനും ഉണ്ടാവില്ല, ആരോടും ചീത്ത പറയാനും പറ്റില്ല. നമ്മൾ തന്നെ കാണുക, നമ്മൾ തന്നെ പരിഹരിക്കുക. അയ്യോ മോളെ, ഇതെന്തായി കാണിക്കുന്നേ? മോൾക്കിതെന്താ പറ്റിയേ? ഇത്രയും നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളല്ലേ? മോളുടെ മനസ്സിവിടെങ്ങും അല്ലേ? അയ്യോ, എന്താന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു തലവേദന. ഒട്ടും പറ്റുന്നില്ല, കണ്ണൊക്കെ തുറക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ. കൊള്ളാം. എന്നിട്ടാണോ ഈ തീയുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്? പോയി കിടന്നു. മോളെ, ഇതെന്തു പറ്റി? എന്നും മോള് വിളക്ക് കൊളുത്തുന്നല്ലേ, ഇന്ന് മറന്നോ? അതമ്മേ, ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതുകൊണ്ട്. എന്നാ പിന്നെ മോള് റൂമിലേക്ക് പൊയ്ക്കോ, വിളക്ക് അമ്മ കൊളുത്തിക്കോളാം. വേണ്ട, ഞാൻ കൊളുത്തിക്കോളാം. എത്ര ക്ഷീണം ഉണ്ടായാലും അതൊന്നും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല അല്ലേ? തിരിയിട്ട് വിളക്ക് കത്തിച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാണെങ്കിൽ അങ്ങോട്ട് വീഴട്ടെ. ഞാൻ കത്തിച്ചു നോക്കട്ടെ. നിന്റെ പരിഷ്കാരങ്ങളൊന്നും ഇവിടെ വേണ്ട. ഇത് എന്തിനാ മുത്തശ്ശി ഇങ്ങനെ വാശി പിടിക്കുന്നേ? പണ്ടാരും അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി വെച്ചെന്ന് കരുതി അതിങ്ങനെ തുടരേണ്ട കാര്യമുണ്ടോ? ഗാഥയ്ക്ക് ഒരു ചേഞ്ച് വേണം തോന്നി, ചേഞ്ച് ചെയ്തോട്ടെ. ഇന്ന് ഞാനിത് തുടങ്ങി വെച്ചാലേ നാളെ കൊറേ സ്ഥലങ്ങളില് 4 തിരിയിട്ട വിളക്കായിരിക്കും കത്തുക. അത്രേ ഉള്ളൂ ഇതിന്റെ ഒക്കെ കാര്യം. മിണ്ടാതിരുന്നോണം അവിടെ. ആചാരങ്ങളെ കുറിച്ച് നിസ്സാരമായിട്ട് പറയുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് അത് മാറ്റുന്നുണ്ടോ നീ? ഞാൻ മാറ്റില്ല. എന്നാ ഞാൻ മാറ്റിക്കോളാം. എന്റെ കുടുംബം ഇത്. അതില്ലാതാകുന്നതിൽ എനിക്ക് ഇത്തിരി ദണ്ണമുണ്ട് കുട്ടി. ഒന്ന് മാറി നിന്നേ. കഷ്ടമുണ്ട് കേട്ടോ മുത്തശ്ശി. ഗാഥ ഇങ്ങനെ അപമാനിക്കരുത്.
പറയുന്നതെല്ലാം ഗാഥ സഹിക്കുന്നതുകൊണ്ടല്ലേ മുത്തശ്ശി ഇത്രയും ധിക്കാരം കാണിക്കുന്നേ. നീ മിണ്ടരുത്. വിളക്ക് കത്തിക്കലും പൂജകളും കർമ്മങ്ങളും ഒക്കെ ഈ കുടുംബത്തിന്റെ ആചാരങ്ങളാ. അത് മാറ്റിമറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൈയെടുക്കടി. ഞാനിട്ട് തിരിയെടുക്കാൻ പറ്റില്ല. ഞാനതിന് സമ്മതിക്കില്ല. മുത്തശ്ശി വെറുതെ ഗാഥയുടെ അടുത്ത് ബലം പിടിക്കണ്ട. ഗാഥ സാധാരണ പെണ്ണൊന്നും അല്ല. സിത്താര ശ്രീനിവാസിന്റെ മകളാ. കുടുംബകാരണവരാണെന്നൊക്കെ പറഞ്ഞാലും മുത്തശ്ശി അതിന്റെ താഴെ വരൂ. നിന്നോട് കൈയെടുക്കാനല്ലടി പറഞ്ഞേ.